യൂണിറ്റ് 1 ലോകത്തിൻ്റെ നെറുകയിൽ ഭാഗം 1. വൈവിധ്യമാർന്ന ഭൂപ്രകൃതിയുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ. ഓരോ പ്രദേശത്തെയും ഭൂപ്രകൃതി, കാലാവസ്ഥ, മണ്ണ് തുടങ്ങിയവയ്ക്കനുസരിച്ചാണ് അവിടുത്തെ ജനജീവിതവും രൂപപ്പെടുന്നത്. പർവ്വതമേഖലയിലെ ജനജീവിതവും മരുഭൂപ്രദേശത്തെ ജീവിതവും ഒരുപോലെയാണോ? അല്ല. ഇന്ത്യയിലെ ഭൂപ്രകൃതി വിഭാഗങ്ങൾ ഏതൊക്കെയാണെന്നാണ് ഈ പാഠഭാഗത്തിൽ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. ലോകത്തിൻ്റെ നെറുകയിൽ. ഇന്ത്യ എന്നത് ഒരു മിശ്ര ബഹുസ്വര സംസ്കാരത്തിൻ്റെ നാടാണ്. ആദിമകാലം മുതൽക്കേ പല വിദൂര ദേശങ്ങളിൽ നിന്നും ഇവിടേക്ക് വന്നെത്തിയ പ്രാകൃത ജനവിഭാഗങ്ങളും പിൽക്കാലത്ത് പല ഘട്ടങ്ങളിലായി പല വഴികളിലൂടെ ഇന്നാട്ടിൽ വന്നെത്തുകയും സഹസ്രാബ്ദങ്ങളായി ഇവിടെ ജീവിക്കുകയും ചെയ്ത അനവധിയായ മനുഷ്യ സമൂഹങ്ങൾ വഴിയുമാണ് മറ്റൊരു രാജ്യത്തും കാണാൻ കഴിയാത്ത ഈ സാംസ്കാരിക വൈവിധ്യം ഇവിടെ രൂപപ്പെട്ടത്. ഇന്ത്യ എന്നാൽ വൈവിധ്യങ്ങളുടെ നാടാണല്ലേ? അതെ. വ്യത്യസ്ത സംസ്കാരം, ഭാഷകൾ, വേഷഭൂഷാദികൾ, ആചാരങ്ങൾ, ആഘോഷങ്ങൾ, വിശ്വാസ പ്രമാണങ്ങൾ, കൃഷി, ഇവയിലെല്ലാം വൈവിധ്യമുണ്ട്. ഇന്ത്യയിൽ ഈ സാംസ്കാരിക വൈവിധ്യത്തിനു പിന്നിൽ നമ്മുടെ രാജ്യത്തിൻ്റെ ഭൂപ്രകൃതി വൈവിധ്യത്തിന് ഗണ്യമായൊരു പങ്കുണ്ട്. വടക്കുഭാഗത്ത് വൻ കോട്ട പോലെ രാജ്യത്തിൻ്റെ അതിരായി നിലകൊള്ളുന്ന ഉത്തരപർവ്വത മേഖല. ഏത് ഭാഗത്താണ് ഉത്തരപർവ്വത മേഖല? വടക്കുഭാഗത്താണ്. വടക്കുഭാഗത്ത് ഉത്തരപർവ്വത മേഖല. അതിന് തൊട്ടു തെക്കായി ഫലഭൂയിഷ്ഠവും വിശാലവുമായ സമതല പ്രദേശം. അതിന് തൊട്ടു താഴെയായി ഉത്തരേന്ത്യൻ സമതലം. പടിഞ്ഞാറ് ഭാഗത്തോ മരുപ്രദേശം. രാജസ്ഥാൻ്റെയൊക്കെ ആ ഭാഗം മരുപ്രദേശമാണ്. മധ്യഭാഗത്ത് അതിവിശാലമായ പീഠഭൂമി. കിഴക്കും പടിഞ്ഞാറും ഭാഗങ്ങളിൽ സുദീർഘമായ തീരദേശങ്ങൾ, ദ്വീപസമൂഹങ്ങൾ, ഇവയൊക്കെ ചേർന്നതാണ് ഇന്ത്യയുടെ ഭൂപ്രകൃതി എന്ന് പറയുന്നത്. ഭൂപ്രകൃതിയിലെ വൈവിധ്യം കൂട്ടുകാർക്ക് മനസ്സിലായില്ലേ? പർവ്വതമേഖലയുണ്ട്, സമതലമുണ്ട്, ഉപദ്വീപീയ പീഠഭൂമി, മരുഭൂമിയുണ്ട്, തീരസമതലങ്ങളുണ്ട്, ദ്വീപുകളുണ്ട്. ഭൂപ്രകൃതിയിലെ ഈ വൈവിധ്യവും രാജ്യത്തിൻ്റെ സവിശേഷമായ സ്ഥാനവും ഇവിടെ മൺസൂൺ കാലാവസ്ഥ അനുഭവപ്പെടുന്നതിന് കാരണമായി തീർന്നിട്ടുണ്ട്. രാജ്യത്തിൻ്റെ സ്ഥാനം, ഭൂപ്രകൃതിയിലെ വൈവിധ്യം, ഇതൊക്കെ ചേർന്ന് നൂറ്റാണ്ടുകളായി ഇന്ത്യയിലെ കൃഷി, ജനജീവിതം എന്നിവ ക്രമപ്പെടുത്തിയിരിക്കുന്നു. വൈവിധ്യങ്ങൾ ഏറെയുണ്ടെങ്കിലും അതിനിടയിലും ഏകത്വത്തിൻ്റെ ഒരു നേർത്ത നൂലുകൊണ്ട് ഈ നാടിനെയും ജനങ്ങളെയും ഒന്നിപ്പിക്കുന്ന ഘടകങ്ങളുമുണ്ട്. ഇത്തരം കാര്യങ്ങളെക്കുറിച്ചാണ് നാം ഈ പാഠഭാഗത്ത് ചർച്ച ചെയ്യുന്നത്. ഭൂപ്രകൃതി സവിശേഷതകളുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യയെ 5ആയിട്ട് തരംതിരിച്ചിരിക്കുന്നു. ഏതൊക്കെയാണവ? ഉത്തരപർവ്വത മേഖല, ഉത്തരേന്ത്യൻ സമതലം, ഉപദ്വീപീയ പീഠഭൂമി, ഇന്ത്യൻ മരുഭൂമി, തീരസമതലങ്ങളും ദ്വീപുകളും. തന്നിരിക്കുന്ന ഭൂപടം ഒന്ന് നിരീക്ഷിക്കൂ. ഇന്ത്യയുടെ ഭൗതിക ഭൂപടം. ഭൂപടത്തിൽ എന്തൊക്കെയാണ് കാണുന്നത്? പർവ്വതനിരകൾ കാണുന്നുണ്ടല്ലേ? ഒരു ഓറഞ്ച് തവിട്ട് നിറത്തിൽ കാണുന്ന, അടയാളപ്പെടുത്തിയിരിക്കുന്ന ഇത് പർവ്വതനിരയാണ്. നോക്കൂ, പാമീർ പർവ്വതക്കെട്ടിൽ നിന്നും ഉത്ഭവിച്ച് കിഴക്ക് പൂർവാചൽ വരെ നീണ്ടുകിടക്കുന്ന ഉത്തരപർവ്വത മേഖല. ഉത്തരപർവ്വത മേഖലയുടെ സ്ഥാനം എവിടെയാണെന്ന് മനസ്സിലായില്ലേ? വടക്ക് ഭാഗത്താണല്ലേ? വടക്കു ഭാഗത്ത് പാമീർ പർവ്വതക്കെട്ട് മുതൽ കിഴക്ക് പൂർവാചൽ വരെ വ്യാപിച്ചു കിടക്കുന്നു. അതിന് തൊട്ടു താഴെ, ഉത്തരപർവ്വത മേഖലയുടെ തൊട്ടു താഴെയായിട്ടാണ് ഉത്തരേന്ത്യൻ സമതലം. ഉത്തരപർവ്വത മേഖലയുടെ തെക്കു ഭാഗത്തായി
ഭൂപടത്തിലെ ദിശകൾ കൂട്ടുകാർക്കറിയില്ലേ? മുകൾ ഭാഗം വടക്ക്, ഇന്ത്യയുടെ താഴ്ഭാഗം തെക്ക്, കിഴക്കെവിടെയാണ്? ഇതാണ് ബംഗാൾ ഉൾക്കടൽ. ഈ ഭാഗമാണ് കിഴക്കു ഭാഗം. പടിഞ്ഞാറ് ഭാഗമോ? അറബിക്കടലും ഥാർ മരുഭൂമിയും ഒക്കെ ഉള്ള ഈ വശമാണ് പടിഞ്ഞാറ് ഭാഗം. കൂട്ടുകാർക്ക് അറിയാമല്ലോ. എവിടെയാണ് ഉത്തരപർവ്വത മേഖല? വടക്കു ഭാഗത്താണ് ഉത്തരപർവ്വത മേഖല. അതിന്റെ തൊട്ട് തെക്കായി താഴെയായിട്ടാണ് ഉത്തരേന്ത്യൻ സമതലം. മരുഭൂപ്രദേശം എവിടെയാണ്? ഥാർ മരുഭൂമി പടിഞ്ഞാറു ഭാഗമാണ്. ലോകത്തിന്റെ മേൽക്കൂര എന്നറിയപ്പെടുന്ന പാമീർ പർവ്വതക്കെട്ടിൽ നിന്നും ഉത്ഭവിച്ച് കിഴക്ക് പൂർവാചൽ വരെ വ്യാപിക്കുന്ന നിരവധി പർവ്വത നിരകൾ ചേർന്നതാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ വടക്ക് വടക്കുകിഴക്കൻ അതിരായ ഉത്തരപർവ്വത മേഖല. വടക്കും വടക്കു കിഴക്കൻ ഭാഗവും ചേർന്നതാണ് ഉത്തരപർവ്വത മേഖല. ലോകത്തിന്റെ മേൽക്കൂര എന്നറിയപ്പെടുന്ന പർവ്വതക്കെട്ട് ഏതാണ്? പാമീർ. പാമീർ വടക്ക് ഭാഗത്താണ്, ഇന്ത്യയുടെ വടക്ക് ഭാഗത്താണ് പാമീർ പർവ്വതക്കെട്ട്. അവിടെ നിന്ന് വടക്ക് കിഴക്ക് ഭാഗം വരെ വ്യാപിച്ചു കിടക്കുന്ന, പൂർവാചൽ വരെ വ്യാപിച്ചു കിടക്കുന്ന ഭാഗം, ഇത്രയും പ്രദേശമാണ് ഉത്തരപർവ്വത മേഖല എന്ന് അറിയപ്പെടുന്നത്. ഉത്തരപർവ്വത മേഖല എവിടെയാണെന്ന് കൂട്ടുകാർക്ക് മനസ്സിലായല്ലോ. ഈ ഭൂപടം നോക്കി ഉത്തരപർവ്വത മേഖല പാമീർ പർവ്വതക്കെട്ടിൽ നിന്നും ഉത്ഭവിക്കുന്ന മറ്റ് പർവ്വത നിരകൾ ഏതൊക്കെയെന്ന് കണ്ടെത്തി പട്ടികപ്പെടുത്തുക. ഭൂപടത്തിൽ നമ്മൾ കണ്ടു പാമീർ പർവ്വതക്കെട്ട്. പാമീർ പർവ്വതക്കെട്ടിൽ നിന്ന് ഉത്ഭവിക്കുന്ന മറ്റ് പർവ്വത നിരകൾ ഏതൊക്കെയാണ്? കുൻലുൻ, ടിയാൻഷാൻ, ഹിന്ദുക്കുഷ്. ഏതൊക്കെയാണ്? കുൻലുൻ, ടിയാൻഷാൻ, ഹിന്ദുക്കുഷ്. ഇതെല്ലാം പാമീർ പർവ്വതക്കെട്ടിൽ നിന്ന് ഉത്ഭവിക്കുന്ന പർവ്വതനിരകളാണ്. താരതമ്യേന പ്രായം കുറഞ്ഞതും ഉയരമേറിയതുമാണ് ഈ പർവ്വതനിരകൾ. പർവ്വതനിരകൾ എന്ന് പറയുന്നത് ഉത്തര പർവ്വത മേഖലയിലെ പർവ്വതനിരകളെ കുറിച്ചാണ്. താരതമ്യേന പ്രായം കുറഞ്ഞതും ഉയരമേറിയതുമായിട്ടുള്ള പർവ്വതനിരകളാണ്. പിന്നെന്താണ് പറഞ്ഞിരിക്കുന്നത്? വലനം സംഭവിച്ച് രൂപപ്പെട്ട മടക്കുപർവ്വതങ്ങളാണ് ഉത്തരപർവ്വത മേഖലയിലെ പർവ്വതനിരകൾ. വലനം സംഭവിച്ച് രൂപപ്പെട്ട മടക്കുപർവ്വതങ്ങളാണ്. എന്താണ് വലനം സംഭവിക്കുക എന്ന് പറഞ്ഞാൽ? ഭൂവൽക്കത്തിലെ ശിലാപാളികൾ സമ്മർദ്ദ ബലത്താൽ മടങ്ങി മടക്കുപർവ്വതങ്ങൾ രൂപപ്പെടുന്നതിനെയാണ് വലനമെന്ന് പറയുന്നത്. വലനം എന്ന പ്രക്രിയ. ഭൂവൽക്കത്തിലെ ശിലാപാളികൾ സമ്മർദ്ദ ബലത്താൽ മടങ്ങി മടക്കുപർവ്വതമായി രൂപപ്പെടുന്നു. അതാണെന്ത്? വലന പ്രക്രിയ. ഉത്തരപർവ്വത മേഖല അവിടുത്തെ പർവ്വതനിരകൾ വലന പ്രക്രിയയിലൂടെ രൂപപ്പെട്ടതാണ്, മടക്കുപർവ്വതങ്ങളാണ്. പിന്നെ എന്താണ് പറഞ്ഞിരിക്കുന്നത്? പടിഞ്ഞാറ് സിന്ധു നദി മുതൽ കിഴക്ക് ബ്രഹ്മപുത്ര നദി വരെ ഏകദേശം 2400 കിലോമീറ്റർ നീളത്തിൽ വ്യാപിച്ചു കിടക്കുന്നു. പടിഞ്ഞാറ് സിന്ധു നദി മുതൽ കിഴക്ക് ബ്രഹ്മപുത്ര വരെ വ്യാപിച്ചു കിടക്കുന്നു. എത്ര കിലോമീറ്റർ നീളത്തിലാണ്? 2400 കിലോമീറ്റർ നീളത്തിലാണ് വ്യാപിച്ചു കിടക്കുന്നത്. പിന്നെയോ വീതി. ഇവയുടെ വീതി എത്രയാണ്? 150 മുതൽ 400 കിലോമീറ്റർ വരെ വീതിയുണ്ട്. നീളം 2400 കിലോമീറ്റർ ആണ്. വീതിയോ 150 മുതൽ 400 കിലോമീറ്റർ വരെ വീതിയുമുണ്ട്. പിന്നെ എന്താണ് പറഞ്ഞിരിക്കുന്നത് ഉത്തരപർവ്വത മേഖലയെക്കുറിച്ച്? ഉയരമേറിയ കൊടുമുടികളും ഹിമാനികളും താഴ്വരകളും നിറഞ്ഞ സവിശേഷമായ ഭൂപ്രദേശം. ഏറ്റവും ഉയരമേറിയ കൊടുമുടികൾ ഉള്ളത് ഉത്തരപർവ്വത മേഖലയിലാണ്. ഹിമാനികളുണ്ട്, താഴ്വരകളുണ്ട്. ഭൂപ്രകൃതി സവിശേഷതകളുടെ അടിസ്ഥാനത്തിൽ ഈ ഉത്തരപർവ്വത മേഖലയെ മൂന്നായി തിരിക്കാം. ഉത്തരപർവ്വത മേഖല പാമീർ പർവ്വതക്കെട്ട് മുതൽ
പൂർവാചൽ വരെ വ്യാപിച്ചു കിടക്കുന്ന ഈ ഉത്തരപർവ്വത മേഖല, ഉത്തരപർവ്വത മേഖലയിലെ ഭൂപ്രകൃതി അനുസരിച്ച് ഈ ഉത്തരപർവ്വത മേഖലയെ മൂന്നായിട്ട് തിരിക്കാം. വടക്ക് ഭാഗം ഏറ്റവും ഉയരം കൂടിയ ഭാഗമാണല്ലേ. ട്രാൻസ് ഹിമാലയം എന്നാണ് ഈ ഭാഗത്തെ പറയുന്നത്. ട്രാൻസ് ഹിമാലയം. ട്രാൻസ് ഹിമാലയ ഭാഗത്താണ് ഏറ്റവും ഉയരം കൂടിയ കൊടുമുടികളൊക്കെ കാണുന്നത്. അതിനേക്കാൾ കുറച്ച് ഉയരം കുറഞ്ഞ മേഖലയാണ് ഹിമാലയം എന്ന് അറിയപ്പെടുന്നത്. പൂർവാചൽ കിഴക്കൻ ഭാഗത്തേക്ക് പോകുമ്പോൾ അതിനെ കിഴക്കൻ കുന്നുകൾ എന്നാണ് പറയുന്നത്. കിഴക്കോട്ട് പോകുന്തോറും ഉയരം കുറഞ്ഞാണ് വരുന്നത്. അപ്പോൾ അതിനെ കിഴക്കൻ കുന്നുകൾ എന്നാണ് പറയുന്നത്. ഉത്തരപർവ്വത മേഖലയെ നമുക്ക് മൂന്നായി തിരിക്കാം. ഏതൊക്കെയാണ്? ട്രാൻസ് ഹിമാലയം, ഹിമാലയം, കിഴക്കൻ കുന്നുകൾ. ട്രാൻസ് ഹിമാലയത്തിന്റെ പ്രത്യേകത എന്താണ്? ട്രാൻസ് ഹിമാലയ ഭാഗത്ത് വളരെ ഉയരം കൂടിയ കൊടുമുടികളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ട്രാൻസ് ഹിമാലയം. എന്താണ് പർവ്വതങ്ങൾ കൂട്ടുകാരെ? പർവ്വതങ്ങൾ എന്നറിയപ്പെടുന്നതിന് ചില പ്രത്യേകത കാണണമല്ലോ. അതെ, സമുദ്രനിരപ്പിൽ നിന്നും ശരാശരി 900 മീറ്ററിന് മുകളിൽ ഉയരമുള്ള ഭൂരൂപങ്ങളെയാണ് പർവ്വതങ്ങൾ എന്ന് പറയുന്നത്. 900 മീറ്ററിന് താഴെയാണെങ്കിലോ കുന്നുകൾ എന്ന് പറയാം അല്ലേ. സമുദ്രനിരപ്പിൽ നിന്ന് 900 മീറ്ററിന് മുകളിൽ ഉയരമുള്ള ഭൂരൂപങ്ങളാണ് പർവ്വതങ്ങൾ. തന്നിരിക്കുന്ന ഭൂപടം ഒന്ന് നോക്കൂ. ഹിമാലയ പർവ്വത നിരകൾ, ഭൂപ്രകൃതി വിഭാഗങ്ങൾ. ഉത്തരപർവ്വത മേഖലയെ നമ്മൾ മൂന്നായിട്ട് തിരിച്ചിട്ടുണ്ട്. ട്രാൻസ് ഹിമാലയം, ഹിമാലയം, കിഴക്കൻ കുന്നുകൾ. ഈ ട്രാൻസ് ഹിമാലയത്തിൽ ഉൾപ്പെടുന്ന പർവ്വത നിരകൾ ഏതൊക്കെയാണെന്ന് നോക്കൂ. ട്രാൻസ് ഹിമാലയം ഏറ്റവും ഉയരം കൂടിയ കൊടുമുടികളൊക്കെയുള്ള ഉയരം കൂടിയ പ്രദേശം, ഉത്തരപർവ്വത മേഖലയിലെ ഏറ്റവും ഉയരം കൂടിയ പ്രദേശമാണ് ട്രാൻസ് ഹിമാലയം എന്ന് പറയുന്നത്. ട്രാൻസ് ഹിമാലയത്തിലെ പർവ്വതനിരകൾ ഏതൊക്കെയാണെന്ന് നോക്കൂ. കാരക്കോറം, കാരക്കോറം പർവ്വതനിര ട്രാൻസ് ഹിമാലയത്തിലാണ്. പിന്നെ ഏതാണ്? ലഡാക്ക്, ലഡാക്ക് ട്രാൻസ് ഹിമാലയത്തിലാണ്. പിന്നെയോ സസ്കർ നിര, സസ്കർ ട്രാൻസ് ഹിമാലയത്തിൽ ഉൾപ്പെടുന്ന പർവ്വതനിരകളാണ് കാരക്കോറം, ലഡാക്ക്, സസ്കർ. അടുത്തത് ഹിമാലയം. ട്രാൻസ് ഹിമാലയത്തെക്കാൾ ഉയരം കുറഞ്ഞതാണല്ലേ ഹിമാലയം. അതെ, ഹിമാലയത്തിൽ ഉൾപ്പെടുന്ന പർവ്വതനിരകൾ ഏതൊക്കെയാണ്? ഹിമാദ്രി, ഹിമാചൽ, സിവാലിക്. ഏതൊക്കെയാണ്? ഹിമാദ്രി, ഹിമാചൽ, സിവാലിക്. മൂന്നായി തിരിക്കാം. ഹിമാലയത്തെ മൂന്നായി തിരിക്കാം. ഹിമാദ്രിയും ഹിമാചലും സിവാലിക്കും. അടുത്തതോ കിഴക്കൻ കുന്നുകൾ. കിഴക്കൻ കുന്നുകളിൽ ഉൾപ്പെടുന്നത് ഏതൊക്കെയാണ്? നോക്കൂ, കിഴക്കൻ കുന്നുകൾ പച്ച നിറത്തിലാണ് അടയാളപ്പെടുത്തിയിരിക്കുന്നത്. നാഗാ കുന്നുകളുണ്ട്, പട്കായ് ബം ഉണ്ട്, മീസോ കുന്നുകൾ, ഖാസി ഗാരോ, ജയന്തിയ കുന്നുകൾ. ഇതെല്ലാം കിഴക്കൻ കുന്നുകളിൽ ഉൾപ്പെടുന്ന ഭാഗമാണ്. എന്താണ് ഇവയുടെ പ്രത്യേകത? ഉത്തരപർവ്വത മേഖലയിലെ ഏറ്റവും ഉയരം കുറഞ്ഞ ഭാഗമാണ് കിഴക്കൻ കുന്നുകൾ. ഉത്തരപർവ്വത മേഖലയിൽ ഉൾപ്പെടുന്ന പ്രധാന പർവ്വത നിരകളും അവയുടെ സ്ഥാനവും മനസ്സിലാക്കിയല്ലോ. ഇതിലേറ്റവും വടക്ക് കാണപ്പെടുന്ന ട്രാൻസ് ഹിമാലയം ടിബറ്റൻ ഹിമാലയം എന്നും അറിയപ്പെടുന്നുണ്ട്. ഏറ്റവും വടക്ക് ഭാഗം കാരക്കോറും, ലഡാക്കും, സസ്കറും ഒക്കെ ഇല്ലേ, ഇവയെല്ലാം ഉൾപ്പെടുന്ന ട്രാൻസ് ഹിമാലയം ഈ ഭാഗം എന്തെന്നറിയപ്പെടുന്നു? ടിബറ്റൻ ഹിമാലയം എന്നും അറിയപ്പെടുന്നു. ടിബറ്റൻ ഹിമാലയം. ശരാശരി 3000 മീറ്റർ ഉയരമുള്ള ട്രാൻസ് ഹിമാലയത്തിന് ഏകദേശം 40 കിലോമീറ്റർ വീതിയും 965 കിലോമീറ്റർ നീളവുമുണ്ട്. ട്രാൻസ് ഹിമാലയത്തിന്റെ നീളവും വീതിയുമാണ് പറഞ്ഞിരിക്കുന്നത്. ഉയരം എത്രയാണ്? 3000 മീറ്റർ ഉയരമുണ്ട്. ട്രാൻസ് ഹിമാലയം 3000 മീറ്റർ ഉയരമുണ്ട്, 40 കിലോമീറ്റർ വീതി, 965 കിലോമീറ്റർ നീളവുമുണ്ട്. കാരക്കോറം നിര ഹിമാലയ പർവ്വതത്തെ പാമീർ പർവ്വതക്കെട്ടുമായി ബന്ധിപ്പിക്കുന്നു. ഹിമാലയ പർവ്വതത്തെ പാമീർ പർവ്വതക്കെട്ടുമായി ബന്ധിപ്പിക്കുന്നത് ഏത് പർവ്വതനിരയാണ്? കാരക്കോറം നിരയാണ്. കാരക്കോറം നിര ഹിമാലയ പർവ്വതത്തെ പാമീർ പർവ്വതക്കെട്ടുമായി ബന്ധിപ്പിക്കുന്നു.
പാമീർ പർവ്വതക്കെട്ട് എവിടെയാണ്? വടക്ക് ഭാഗം, ഏറ്റവും വടക്ക് ഭാഗത്താണ് അല്ലേ? അതെ, പാമീർ പർവ്വതക്കെട്ടിനെ ഹിമാലയവുമായി ബന്ധിപ്പിക്കുന്ന നിരയാണ് കാരക്കോറം. ഇനി ട്രാൻസ് ഹിമാലയത്തിന് തെക്കായി കിഴക്കോട്ട് വ്യാപിക്കുന്ന 3 സമാന്തര പർവ്വത നിരകൾ കണ്ടില്ലേ? ഹിമാദ്രി, ഹിമാചൽ, സിവാലിക്. ഇവ 3ഉം ചേർന്നതാണെന്ത്? ഹിമാലയം എന്ന് പറയുന്നത്. ഹിമാദ്രി, ഹിമാചൽ, സിവാലിക്, ഇവ 3ഉം കൂടി ചേർന്നാൽ ഹിമാലയം എന്ന പ്രദേശം. ഇനി നോക്കൂ, ഹിമാലയ നിരകളിൽ ഏറ്റവും തെക്കായുള്ളതും ഗംഗാ സമതലത്തിന് അതിരായി നിലകൊള്ളുന്നതുമായ സിവാലിക് നിരയ്ക്ക് ഏകദേശം 60 മുതൽ 150 കിലോമീറ്റർ വരെ വീതിയുണ്ട്. സിവാലിക് ഏറ്റവും തെക്കായിട്ടാണല്ലേ? ഏറ്റവും മുകളിൽ, ഏറ്റവും വടക്ക് ഹിമാദ്രി, തൊട്ട് താഴെ ഹിമാചൽ, അതിന് തൊട്ട് താഴെയായിട്ടാണ് സിവാലിക്. ഈ സിവാലിക് നിരയ്ക്ക് ഏകദേശം 60 മുതൽ 150 കിലോമീറ്റർ വരെ വീതിയുണ്ട്. ഹിമാലയത്തിന്റെ ഏറ്റവും പുറമെയുള്ള ഭാഗമായതിനാൽ ഔട്ടർ ഹിമാലയം എന്നും ഈ സിവാലിക്കിനെ വിളിക്കുന്നു. സിവാലിക്കിനെ എന്താണ് വിളിക്കുന്നത്? ഔട്ടർ ഹിമാലയം. ഏറ്റവും പുറമെയുള്ള ഭാഗമായതുകൊണ്ട് ഔട്ടർ ഹിമാലയം എന്ന് വിളിക്കുന്നു. സിവാലിക്കിന് വടക്കായി സമുദ്രനിരപ്പിൽ നിന്ന് 3500 മുതൽ 4500 മീറ്റർ വരെ ശരാശരി ഉയരമുള്ള പർവ്വത നിരയാണ് ഹിമാചൽ. ഹിമാചലിന്റെ സ്ഥാനം എവിടെയാണ്? സിവാലിക്കിന് തൊട്ടു മുകളിലായിട്ടാണ്, വടക്കുഭാഗത്താണ്. സമുദ്രനിരപ്പിൽ നിന്നും 3500 മുതൽ 4500 മീറ്റർ വരെ ശരാശരി ഉയരമുണ്ട്. ഇനി ലെസ്സർ ഹിമാലയം എന്നറിയപ്പെടുന്നത് ഏത് ഭാഗമാണ്? ഈ ഹിമാചലാണ്. സിവാലിക്കിനെ ഔട്ടർ ഹിമാലയം, ഏറ്റവും പുറമെയുള്ള ഭാഗം, ഹിമാലയത്തിന്റെ ഏറ്റവും പുറത്തുള്ള ഭാഗമാണ് സിവാലിക്, ഔട്ടർ ഹിമാലയം. അതിന് തൊട്ടു മുകളിൽ, തൊട്ടു വടക്കായിട്ടാണ് ഹിമാചൽ. അത് ലെസ്സർ ഹിമാലയം എന്ന് അറിയപ്പെടുന്നു. ലെസ്സർ ഹിമാലയം, ലെസ്സർ ഹിമാലയം അഥവാ ഹിമാചൽ ഉയരം എത്രയാണ്? 3500 മുതൽ 4500 മീറ്റർ വരെ ശരാശരി ഉയരമുണ്ട് ഹിമാചലിന്, ലെസ്സർ ഹിമാലയത്തിന്. ഇനി അടുത്തത് ഗ്രേറ്റർ ഹിമാലയം, അതായത് ഹിമാദ്രി. ഹിമാചലിന്റെയും തൊട്ടു മുകൾ ഭാഗത്തായി വടക്കായിട്ടാണ് ഹിമാദ്രി, ഗ്രേറ്റർ ഹിമാലയം. ഗ്രേറ്റർ ഹിമാലയം ഇന്നർ ഹിമാലയം എന്ന പേരിൽ അറിയപ്പെടുന്ന ഭാഗമാണ് ഹിമാദ്രി. സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 6100 മീറ്ററിന് മുകളിൽ ഉയരമുള്ള പർവ്വത നിരയാണെന്ത്? ഹിമാദ്രി എന്ന് പറയുന്നത്. ഏകദേശം 25 കിലോമീറ്റർ ആണ് ഇതിന്റെ വീതി. ഹിമാദ്രിയുടെ വീതി വളരെ കുറവാണ്, 25 കിലോമീറ്റർ ആണ് വീതി. അതിനേക്കാൾ വീതി കൂടിയത് ഏതാണ്? ഹിമാചലിന്റെ വീതി എത്രയാ പറഞ്ഞിരിക്കുന്നത്? 60 മുതൽ 80 കിലോമീറ്റർ വരെ വീതിയുണ്ടല്ലേ? സിവാലിക്കിന്റെയോ 60 മുതൽ 150 കിലോമീറ്റർ വരെ സിവാലിക്കിന് വീതിയുണ്ട്. ഹിമാദ്രിയിലാണ്, അതായത് ഏറ്റവും ഉയരമുള്ള പ്രദേശം, ഹിമാലയത്തിലെ ഏറ്റവും ഉയരം കൂടിയ പ്രദേശമാണ് ഹിമാദ്രി. അവിടെയാണ് മഞ്ഞു മൂടപ്പെട്ട പർവ്വത നിരകളുള്ളത്. ലോകത്തിലെ ഉയരമേറിയ മിക്ക കൊടുമുടികളും കാണപ്പെടുന്നത് എവിടെയാണ്? ഹിമാദ്രി നിരയിലാണ്. ലോകത്തിലെ ഉയരമേറിയ മിക്ക കൊടുമുടികളും കാണപ്പെടുന്ന ഭാഗമാണ് ഹിമാദ്രി. ഹിമാലയത്തിന്റെ പിറവി. ലോകത്തിലെ ഉയരമേറിയ പർവ്വത നിരകളിൽ ഒന്നായ ഹിമാലയം ഇന്നും വളർന്നുകൊണ്ടിരിക്കുകയാണെന്ന് നിങ്ങൾക്കറിയാമോ? എങ്ങനെയായിരിക്കും അത് വളരുന്നുണ്ടാവുക? ഭൗമശിലാ പാളികളുടെ ചലനം മൂലമാണ് വളരുന്നത്. വൻകരയും സമുദ്രഭാഗവും ചേർന്ന ശിലാപാളികളാണ് ടെക്ടോണിക് ഫലകങ്ങൾ. ശിലാമണ്ഡലത്തിന് താഴെ ഉയർന്ന താപത്താൽ ശിലകൾ ഉരുകി അർദ്ധ ദ്രവാവസ്ഥയിൽ നിലകൊള്ളുന്ന ഭാഗമാണ് അസ്തനോസ്ഫിയർ. അസ്തനോസ്ഫിയറിന് മുകളിലൂടെ ടെക്ടോണിക് ഫലകങ്ങൾ സാവധാനം ചലിച്ചുകൊണ്ടിരിക്കുന്നു. എന്താണ് ശിലാമണ്ഡല ഫലകങ്ങൾ? ഭൂവൽക്കവും മാന്റിലിന്റെ മുകൾ ഭാഗവും ചേർന്നതാണെന്ത്? ശിലാമണ്ഡലം. ഭൂമിയിലെ ഭൂവൽക്കവും മാന്റിലിന്റെ മുകൾ ഭാഗവും ചേർന്നതാണ് ശിലാമണ്ഡലം. ഈ ശിലാമണ്ഡലം ചെറുതും വലുതുമായ കഷ്ണങ്ങളായിട്ടാണ് നിലകൊള്ളുന്നത്. അനേകായിരം കിലോമീറ്റർ വിസ്തൃതിയും ഏകദേശം 100 കിലോമീറ്റർ വരെ കനവുമുള്ള ഈ ശിലാമണ്ഡല ഭാഗങ്ങളെയാണ് ശിലാമണ്ഡല ഫലകങ്ങൾ എന്ന് വിളിക്കുന്നത്. ശിലാമണ്ഡല ഫലകങ്ങൾ എന്താണെന്ന് മനസ്സിലായില്ലേ?
ഭൂവൽക്കവും മാന്റിലിന്റെ മുകൾ ഭാഗവും കൂടി ചേർന്നതാണെന്ത്? ശിലാമണ്ഡലം. അനേകായിരം കിലോമീറ്റർ വിസ്തൃതിയുണ്ട്. കനം എത്രയാണെന്നാ പറഞ്ഞത്? 100 കിലോമീറ്റർ വരെ കനവുമുണ്ട്. ഈ ശിലാമണ്ഡല ഭാഗങ്ങളെയാണ് ശിലാഫലകങ്ങൾ, ശിലാമണ്ഡല ഫലകങ്ങൾ എന്ന് വിളിക്കുന്നത്. ഇവ വൻകര ഭാഗം ഉൾക്കൊള്ളുന്നതോ കടൽത്തറ ഭാഗം ഉൾക്കൊള്ളുന്നതോ വൻകരയും കടൽത്തറയും ഉൾക്കൊള്ളുന്നതോ ആകാം. എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഈ ഫലകങ്ങൾ ഒന്നുകിൽ വൻകര ഭാഗം മാത്രം ഉൾക്കൊള്ളുന്നതോ അല്ലെങ്കിൽ കടൽത്തറ ഭാഗം ഉൾക്കൊള്ളുന്നതോ അല്ലെങ്കിൽ ഇവ രണ്ടും കൂടി ഉൾക്കൊള്ളുന്നതോ ആകാമെന്നാണ് പറയുന്നത്. ഹിമാലയം വളർന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയാൻ കാരണം എന്താണ്? ഈ ഭൗമശിലാപാളികളുടെ ചലനം. അതിനെയാണ് പ്ലേറ്റ് ടെക്ടോണിക്സ് എന്ന് പറയുന്നത്. വൻകരയും സമുദ്രഭാഗവും ചേർന്ന ശിലാപാളികളാണ് ടെക്ടോണിക് ഫലകങ്ങൾ. നമ്മളിപ്പോൾ പറഞ്ഞു എന്താണ് ശിലാഫലകങ്ങളെന്ന്. ടെക്ടോണിക് ഫലകങ്ങൾ എന്ന് പറഞ്ഞാൽ അതിൽ വൻകരയും സമുദ്രഭാഗവും കൂടി ചേർന്നതാണ്. ഉയർന്ന താപത്താൽ ശിലകൾ ഉരുകി അർദ്ധദ്രവാവസ്ഥയിൽ നിലകൊള്ളുന്ന ഭാഗമാണ് അസ്തനോസ്ഫിയർ. ശിലാമണ്ഡലത്തിന് താഴെയാണെന്ത്? അസ്തനോസ്ഫിയർ. അത് അർദ്ധദ്രവാവസ്ഥയിലാണ് നിലകൊള്ളുന്നത്. ഈ അസ്തനോസ്ഫിയറിന് മുകളിലൂടെ ടെക്ടോണിക് ഫലകങ്ങൾ സാവധാനം ചലിച്ചുകൊണ്ടിരിക്കുന്നു. ഫലകചലനം മൂലം ഫലക അതിരുകളിൽ പർവ്വത രൂപീകരണം പോലുള്ള ഭൗമ പ്രവർത്തനങ്ങൾ സജീവമാണ്. ശിലാമണ്ഡലത്തിന് തൊട്ട് താഴെ അർദ്ധദ്രവാവസ്ഥയിലുള്ള എന്താണ്? അസ്തനോസ്ഫിയർ ആണ്. അർദ്ധദ്രവാവസ്ഥയിലുള്ള അസ്തനോസ്ഫിയറിന് മുകളിലാണെന്ത്? ശിലാമണ്ഡലം. ശിലാമണ്ഡലത്തിലെ ടെക്ടോണിക് ഫലകങ്ങൾ അസ്തനോസ്ഫിയറിന് മുകളിലൂടെ സാവധാനം ചലിച്ചുകൊണ്ടിരിക്കുന്നു. ഫലക ചലനം മൂലം ഫലക അതിരുകളിൽ പർവ്വത രൂപീകരണം പോലുള്ള ഭൗമ പ്രവർത്തനങ്ങൾ നടക്കുന്നു. 3 തരം ഫലക അതിരുകളാണുള്ളത്. അത് സംയോജക സീമ, വിയോജക സീമ, ഛേദക സീമ എന്നിവയാണ്. തന്നിരിക്കുന്ന ചിത്രങ്ങൾ നോക്കൂ. സംയോജക സീമ, ഫലകങ്ങൾ തമ്മിൽ അടുക്കുന്ന അതിരുകൾ, ഫലകങ്ങൾ തമ്മിൽ അടുക്കുന്നു. അടുത്തതോ വിയോജക സീമ, ഫലകങ്ങൾ തമ്മിൽ അകലുന്ന അതിരുകൾ. അടുത്തത് ഛേദക സീമ, ഫലകങ്ങൾ തിരശ്ചീനമായി ഉരസി മാറുന്ന അതിരുകൾ. 3 തരത്തിലാണ്. ഒന്ന് അടുക്കുന്നു, രണ്ടാമത്തത് അകലുന്നു, മൂന്നാമത്തത് തിരശ്ചീനമായി ഉരസി മാറുന്നു. അടുക്കുന്നത് സംയോജക സീമ, അകലുന്നത് വിയോജക സീമ, ഉരസി മാറുന്നത് ഛേദക സീമ എന്നാണ് അറിയപ്പെടുന്നത്. 3 തരത്തിലുള്ള ഫലക അതിരുകളാണ് ഇവയെല്ലാം. സംയോജക സീമ, വിയോജക സീമ, ഛേദക സീമ. ഇതിൽ സംയോജക സീമകളിൽ ശിലാമണ്ഡല ഫലകങ്ങളുടെ സമ്മർദ്ദ ഫലമായി ശിലാപാളികൾക്ക് വലനം സംഭവിക്കാറുണ്ട്. എന്താണ് വലനം എന്ന പ്രക്രിയ? ശിലാമണ്ഡല ഫലകങ്ങളുടെ സമ്മർദ്ദ ഫലമായി മടക്കുകൾ രൂപം കൊള്ളുന്നതല്ലേ? അതെ, മടക്ക് പർവ്വതങ്ങൾ രൂപം കൊള്ളുന്നത് വലന പ്രക്രിയയിലൂടെയാണെന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. സംയോജക സീമകളിൽ ശിലാമണ്ഡല ഫലകങ്ങളുടെ സമ്മർദ്ദ ഫലമായിട്ട് ഇതുപോലെ വലനം സംഭവിക്കും, ഒരു മടക്ക് പോലെ രൂപപ്പെടാറുണ്ട്. അങ്ങനെ രൂപപ്പെടുന്ന പർവ്വത നിരകളാണ് മടക്കു പർവ്വതങ്ങൾ അഥവാ ഫോൾഡ് മൗണ്ടൻസ്. സംയോജക സീമയിലാണ്. ഏകദേശം 150-160 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് ഉപദ്വീപീയ ഇന്ത്യയും ആസ്ട്രേലിയൻ വൻകരയും ഉൾപ്പെടുന്ന ഇന്ത്യൻ ഫലകത്തിന്റെ സ്ഥാനം ദക്ഷിണാർദ്ധഗോളത്തിലായിരുന്നു. പിന്നീട് ഇത് വടക്കോട്ടു നീങ്ങി യുറേഷ്യൻ ഫലകത്തിനടുത്ത് വന്നപ്പോൾ ഈ 2 ഫലകങ്ങളുടെയും ഇടയിൽ നിലകൊണ്ടിരുന്ന ടെതിസ് സമുദ്രത്തിന്റെ അടിത്തട്ട് മടങ്ങി ഉയർന്നു വരാൻ തുടങ്ങി. അങ്ങനെയാണ് ഹിമാലയ പർവ്വതം രൂപം കൊണ്ടത്. എങ്ങനെയാണ് ഹിമാലയ പർവ്വതം രൂപം കൊണ്ടത്? 150-160 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് ഉപദ്വീപീയ ഇന്ത്യയും ആസ്ട്രേലിയൻ വൻകരയും ഉൾപ്പെടുന്ന ഇന്ത്യൻ ഫലകം, അതിന്റെ സ്ഥാനം എവിടെയായിരുന്നു? ദക്ഷിണാർദ്ധഗോളത്തിലായിരുന്നു. പിന്നീട് ഇത് പതുക്കെ വടക്കോട്ട് നീങ്ങി യുറേഷ്യൻ ഫലകത്തിന്റെ അടുത്ത് വന്നു. അപ്പോൾ 2 ഫലകങ്ങളുടെയും ഇടയിൽ ഒരു സമുദ്രം ഉണ്ടായിരുന്നു. ടെതിസ് എന്നാണത് അറിയപ്പെടുന്നത്. അതിന്റെ അടിത്തട്ട് മടങ്ങി ഉയർന്നു വരാൻ തുടങ്ങി. ഫലകങ്ങൾ തമ്മിൽ അടുക്കുന്ന അതിരുകളാണല്ലോ സംയോജക സീമ. ഇന്ത്യൻ ഫലകവും യുറേഷ്യൻ ഫലകവും തമ്മിൽ അടുത്തേക്ക് വന്നു. അപ്പോൾ അതിൽ ഇടയിലുണ്ടായ സമുദ്രഭാഗം ഉയർന്നു വന്നു. ടെതിസ് സമുദ്രത്തിന്റെ അടിത്തട്ട് മടങ്ങി ഉയർന്നു വന്നു. അങ്ങനെയാണത് ഹിമാലയ പർവ്വതമായി രൂപം കൊണ്ടത് എന്നാണ് പറയപ്പെടുന്നത്.
ഹിമാലയ പർവ്വതം രൂപം കൊണ്ടിട്ടുള്ളത് ഏത് തരം ഫലകാതിരിലാണ്? സംയോജക സീമ അല്ലേ? ഫലകങ്ങൾ തമ്മിൽ അടുക്കുന്ന അതിരുകളിലാണ് രൂപം കൊണ്ടത്. സംയോജക സീമയിലാണ് രൂപം കൊണ്ടത്. ഇത്രയും ഭാഗം കൂട്ടുകാർക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. ഈ പാഠത്തിന്റെ ബാക്കി ഭാഗവുമായി മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു.